ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മന്തി ആക്കിയിട്ടില്ലേ ശരിയാവാത്തവരുണ്ടാവുമല്ലേ കുറേ വട്ടം ട്രൈ ആക്കിയിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. ഇത് നല്ല പെർഫെക്റ്റും സിമ്പിളായിട്ടുള്ള മന്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഈ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കണം. എല്ലാ സ്പൈസസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. എന്നിട്ടായിട്ട് ഇതിലേക്ക് ചെറുങ്ങനെ കട്ടാക്കിയ ക്യാപ്സിക്കും പിന്നെ ചെറുങ്ങനെ കട്ടാക്കിയ പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ടായിട്ട് ഇതിലേക്കൊരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 2 മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടായിട്ട് ഇതിലേക്ക് മെയിനായിട്ടുള്ള മന്തി മസാല ഇട്ട് കൊടുക്കണം. മന്തി മസാല അല്ലെങ്കിൽ അറബിക് മസാല ഇട്ട് കൊടുക്കാവേ. ഞാൻ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ആക്കുന്നുള്ളത്. ഇത് ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നുള്ളത് കൊടുക്കുക, സ്കിന്നില്ലാത്തത് കൊടുക്കുക. ഞാനിപ്പോൾ സ്കിന്നില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ ചിക്കനിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് പിടിക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണവേ. മന്തി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയലുണ്ട് സ്കിന്നുള്ള ചിക്കൻ എടുത്താൽ നല്ല ഉണ്ടാകുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ സ്കിന്നില്ലാത്ത ചിക്കൻ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഓരോരാൾക്ക് അങ്ങനെയല്ലേ, സ്കിന്നുള്ളത് ഇഷ്ടമുണ്ടാവും, സ്കിന്ന് ഇഷ്ടം ഇല്ലാത്തവരും ഉണ്ടാവും അല്ലേ. എനിക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം വെക്കുന്നെങ്കിൽ വെക്കാവേ. പിന്നെ ഓവർ നൈറ്റെല്ലാം ഇങ്ങനെ മാരിനേഷൻ ചെയ്തിട്ട് വെച്ചാലില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ തന്നെ ഇത് കുക്കാക്കിയിട്ട് എടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതിലൊന്ന് ചിക്കൻ കുക്കാക്കിയിട്ട് എടുക്കണവേ. നല്ല പോലെ ഒന്ന് ചിക്കൻ കുക്കാക്കിയിട്ട് എടുക്കണം. 2 സൈഡും തിരിച്ചു മറിച്ചിട്ടെല്ലാം ഇട്ടിട്ട് നല്ലതിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. പിന്നെ ഇല്ലേ ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിനവേ. അതെനിക്ക് ഇതിൽ പറയാൻ സ്കിപ്പായിപ്പോയി. ഇതിൽ കുറച്ച് ബാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിനവേ. ഇപ്പോൾ ഇതാ ചിക്കന് നല്ലതിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കന് മാത്രം ഒന്ന് വേറെ എടുത്തേക്കണവേ. ഈ ഓയിൽ മാറ്റി വെക്കണം, ചിക്കന് മാത്രം വേറെ എടുത്തേക്കണം. ഇനിയിപ്പോൾ ഇതാ റൈസ് കുക്കാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ 1 മണിക്കൂർ സോക്കാക്കിയിട്ട് വെച്ച സെല്ല റൈസാണ് ഇത്. നിങ്ങൾക്ക് ബാണെങ്കിൽ ബസ്മതിയും എടുക്കാം, പക്ഷെ മന്തിക്ക് ഏറ്റവും നല്ലത് സെല്ല റൈസാണ്. ഇത് 1 മണിക്കൂർ എന്തായാലും സോക്കാക്കിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ ഇതാ വെള്ളം ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസും സൺഫ്ലവർ ഓയിലും പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. ഇത് ഇങ്ങനെ ഊറ്റിയിട്ട് എടുക്കുന്നല്ലേ ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് നല്ലതിലൊന്ന് തിളക്കുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതാ റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കാക്കണ്ടാവേ. മന്തി റൈസ് അങ്ങനെ ഓവറായിട്ട് കുക്കായിട്ട് ഉണ്ടാവില്ലല്ലോ അല്ല. ഓവറായിട്ട് കുക്ക് ചെയ്താൽ ഒരു പാങ്ങുണ്ടായില്ല അത് തിന്നാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഹാഫ് കുക്കായിട്ടാകുമ്പോൾ ഇതൊന്ന് കോരിയിട്ട് മാറ്റണവേ. ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ടെടുക്കണോ. ഇത് നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ അരി ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഇതങ്ങനെ നല്ലോണം ഓവർ വേവാവേണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ ഈ അരിയിലൊന്ന് മാറ്റിയിട്ട് വെക്കണം. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ച ആ ഓയിലില്ലേ പകുതി വേറൊരു ബൗളിലേക്ക് എടുത്തേച്ചിന് അതിൽ നിന്ന് പകുതി ഓയിലിലേക്ക് ആദ്യം വേവിച്ച റൈസില്ലേ അതിൽ നിന്ന് ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കണം. ആ റൈസിൻ്റെ ഹാഫ് പോർഷൻ ഇട്ട് കൊടുത്തിട്ടായിട്ട് നേരത്തെ മാറ്റിയിട്ട് വെച്ച ആ ഫ്രൈ ചെയ്ത ഓയിൽ അതിൻ്റെ മീത്തേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടായിട്ട് പിന്നെ അതിലും അതിൻ്റെ മീത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. എന്നിട്ടായിട്ട് ബാക്കിയുള്ള ഓയിലും ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ലെയറായിട്ട് എടുക്കണവേ. ആദ്യം റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് വെക്കുന്നില്ലേ അതെല്ലാം ഇതിൻ്റെ മീത്തേക്ക് ഇട്ട് കൊടുത്താൽ റൈസ് നല്ല ഫ്ലേവറായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ റൈസിന് വലിയ ഫ്ലേവറൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ മസ്റ്റായിട്ട് ഇടണവേ, എന്നാലേ നല്ല ഒരു ഫ്ലേവർ കിട്ടും മന്തിൻ്റെ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ച ചിക്കനില്ലേ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇനിയില്ലേ ഇത് അടിച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പം തന്നെ നല്ല ഫ്ലേവറാവും, നല്ല മണമെല്ലാം വരുവേ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചാർക്കോളെല്ലാം വെച്ചിട്ട് പുകയിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വെച്ചതാണ്. ഇനി ഇത് ഈ സ്പൂൺ ഇട്ടിട്ടൊന്നും ഇളക്കണ്ടാവേ. ഇങ്ങനെ ഒന്ന്
നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിലല്ലേ റൈസെല്ലാം പൊടിഞ്ഞു പോകും. നമ്മൾ ഇങ്ങനെ ഈ സ്പൂണെല്ലാം ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഇല്ലേ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. എന്നിട്ടായിട്ട് സെർവ് ചെയ്തിട്ട് കഴിക്കുക. ഇത് നല്ല ഫ്ലേവറുള്ള റൈസാവേ. ഇല്ലെങ്കിൽ മന്തി റൈസിൽ അങ്ങനെ വലിയ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയാലില്ലേ റൈസ് തന്നെ തിന്നാൻ നല്ല പാങ്ങുണ്ട്. നല്ല ഫ്ലേവറായിട്ടുള്ള റൈസാണ് ഇത്. സിമ്പിളും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണവേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായല്ലേ ലൈക്കും കമൻറ്റിൽ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.